നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഗണേഷ് കുമാറിനും പിള്ളയ്ക്കും കേരള കോൺഗ്രസ് ബിക്കുമെതിരെ വീണ്ടും ഒളിയമ്പുമായി യൂത്ത് കോൺഗ്രസ്. UDF സർക്കാരിന്റെ മുഖം വൃത്തിയാക്കാൻ മുന്നണിക്കുള്ളിലെ പുഴുക്കുത്തുകളെ പുറത്താക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ CR മഹേഷ്. പേപ്പർ മിൽ സ്കൂളിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്ക്. സെപ്റ്റി ടാങ്കിൽ തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ചു. മരിച്ചത് പട്ടാഴി മീനം സ്വദേശികൾ. തെന്മലയിലെ വാഹനാപകടത്തിൽ മരിച്ച ശിവാനന്ദിനും സോനുവിനും നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. വാർത്തകൾ വിശദമായി. UDFനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന പുഴുക്കുത്തുകളെ മുന്നണിയിൽ നിന്നും പുറത്താക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ CR മഹേഷ്. യൂത്ത് കോൺഗ്രസ് പുന്നല മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുഴുക്കുത്തുകളെ പുറത്താക്കിക്കൊണ്ട് ഭരണത്തിന്റെ മുഖം വൃത്തിയാക്കണമെന്നും ഇത്തരക്കാർ മുന്നണിക്കകത്ത് ബുദ്ധിമുട്ടുണ്ടാകാതെ പുറത്തുപോകാൻ ശ്രമിക്കണമെന്നും CR മഹേഷ് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ബിയെയും MLA KB ഗണേഷ് കുമാറിനെയും പേരെടുത്തു പറയാതെയായിരുന്നു യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ വിമർശനം. ഈ മുന്നണിയെ തുടക്കം മുതൽ പ്രതിരോധത്തിലാക്കുന്നത്, ഈ മുന്നണിയെ തുടക്കം മുതൽ പ്രതിസന്ധിയിലാക്കുന്നത്, ഈ മുന്നണിയെ തുടക്കം മുതൽ ആക്ഷേപിക്കുന്നത് ഈ മുന്നണിക്കകത്ത് നിന്നുകൊണ്ടുള്ള ചില പുഴുക്കുത്തുകളും ചില കീടങ്ങളും കൃമികളും മരമാക്രികളുമാണ്. അവരൊക്കെ പൊട്ടക്കിണറ്റിലെ തവളകളാണ്. അവരൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് കിടക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ശ്വാസം പോലും നേരെ കിട്ടുന്നത്. ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം ഒന്ന് മാറി നിൽക്കട്ടെ, ശ്വാസം കിട്ടാതെ തുടങ്ങി വീഴുന്നത് അപ്പോൾ കാണാം. മണ്ഡലം പ്രസിഡന്റ് ഹുനൈസ് PMB സാഹിബ് അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര പാർലമെന്റ് പ്രസിഡന്റ് സജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് M ഷെയ്ഖ് പരീദ്, മണ്ഡലം പ്രസിഡന്റ് പുന്നല ഉല്ലാസ് കുമാർ, PM സഫീർ സാഹിബ്, MS പ്രദീപ് കുമാർ, PM ഷൈജു, ബിനു മേവറത്ത്, സുധീർ തച്ചക്കോട്, ബൈജു കാർത്തികപ്പള്ളി, ഷബാദ്, മായ, സാജൻ പിറവല തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത പത്തനാപുരം. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്ക്. പേപ്പർ മിൽ ഗവൺമെന്റ് UP സ്കൂളിലെ 3-5 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. കുട്ടികൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് കൈകഴുകിക്കൊണ്ട് നിൽക്കവെയാണ് വിരണ്ടോടിയെത്തിയ കാട്ടുപന്നി ആക്രമിച്ചത്. പന്നിയുടെ ആക്രമണത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പേപ്പർ മിൽ സജിത മന്ദിരത്തിൽ സഹോദരങ്ങളായ അജ്മൽ ഷാൻ, മുഹമ്മദ് ഷാൻ, മുസാവരി, നബി മൻസിലിൽ അഫ്സൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അജ്മൽ ഷായുടെ വലതുകാലിന് സാരമായി പരിക്കേറ്റു. ഇതിനു മുൻപും സ്കൂൾ പരിസരത്ത് പന്നിക്കൂട്ടത്തെ കണ്ടിരുന്നതായി കുട്ടികൾ പറയുന്നു. സ്കൂളിന്റെ ചുറ്റുമതിൽ പൂർണ്ണമായും തകർന്നിരിക്കുന്നതിനാൽ ആർക്കും ഇവിടേക്ക് കടന്നുകയറാൻ എളുപ്പമാണ്. പേപ്പർ മില്ലിന്റെ കാടുപിടിച്ച പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന കാട്ടുപന്നികളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം പതിവാണെന്നും ഇക്കാര്യം നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇത് പലതവണ PT അവിടെ കൂടി ഇവിടെ ഇതേണക്ക് മതില് കെട്ടണമെന്നും പറഞ്ഞുകൊണ്ട് പലതവണ മുനിസിപ്പാലിറ്റി അറിയിച്ചതാണ്. ഇതിനെതിരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. പ്രധാന ഉത്തരവാദികൾ എന്ന് പറയുന്ന പുനലൂർ നഗരസഭ തന്നെയാണ്. 2 വർഷം കൊണ്ട് പറയുന്നതാണ് ചുറ്റുമതിൽ കെട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ അവരുടെ അനാസ്ഥ മൂലമാണ് ചുറ്റുമതിലില്ലാതെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് പുറത്തു പോയില്ല. ആ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ നിന്ന് കുട്ടികളെയാണ് 3 കുട്ടികളെ പന്നി കുത്തിയിരിക്കുന്നത്. നഗരസഭാ കൌൺസിലർമാർ, പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു എന്നിവർ ആശുപത്രിയിലെത്തി പരിക്കേറ്റ വിദ്യാർത്ഥികളെ സന്ദർശിച്ചു. നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണിത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതലയും നഗരസഭയ്ക്ക് തന്നെ. അടിയന്തരമായി ചുറ്റുമതിൽ നിർമ്മിക്കാൻ നഗരസഭാ അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി MLA പറഞ്ഞു. പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ ആ സ്കൂളിന്റെ മതിൽ കെട്ടി ഇതുപോലെയുള്ള വന്യമൃഗങ്ങൾക്ക് കയറാനുള്ള സാധ്യത അത് പൂർണ്ണമായും നിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇവിടെ മുനിസിപ്പൽ അധികാരികൾ കൂടെ ഉണ്ട്. അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. ഈ വർഷത്തെ തന്നെ ഏതെങ്കിലും പ്രോജക്റ്റുകൾ, മാറ്റ പ്രോജക്റ്റ്, ഇപ്പോൾ അംഗീകരിച്ച പ്രോജക്റ്റുകൾ അതിൽ തന്നെ നടക്കാത്ത ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ടെൻഡർ ബാലൻസ് ഉണ്ടെങ്കിൽ അതോ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇടിഞ്ഞു കിടക്കുന്ന ആ ഭാഗം കെട്ടുന്നതിനാവശ്യമായിട്ടുള്ള അടിയന്തര നടപടികൾ ആ കാര്യത്തിൽ എടുക്കുമെന്ന് മുനിസിപ്പൽ അധികാരികൾ എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. ലൈവ് വാർത്ത പുനലൂർ. CPI കൊല്ലം ജില്ലാ സമ്മേളനം 11 മുതൽ 15 വരെ പുനലൂരിൽ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.
സമ്മേളനത്തിന്റെ ഭാഗമായി 12-ന് 1/4 ലക്ഷം പേർ പങ്കെടുക്കുന്ന പ്രകടനവും ചുവപ്പ് വാളണ്ടിയർ പരേഡും നടക്കും. പ്രകടനത്തിൽ പുനലൂർ മണ്ഡലത്തിലെ പ്രവർത്തകരാകും പങ്കെടുക്കുക. 1647 ബ്രാഞ്ച് കമ്മിറ്റികളും 127 ലോക്കൽ കമ്മിറ്റികളും 17 മണ്ഡലങ്ങളും സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ജില്ലാ സമ്മേളനത്തിന് കൊടിയുയരുക. 384 പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 11-ന് വൈകിട്ട് 5:30-ന് പുനലൂർ KSRTC മൈതാനിയിൽ പതാക ഉയർത്തുന്നതോടെ സമ്മേളനങ്ങൾക്ക് തുടക്കമാകും. 11-ന് വൈകിട്ട് 5:30 പുനലൂർ KSRTC മൈതാനിയിൽ പതാക ഉയരുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. 13-ന് രാവിലെ 10 മണിക്ക് ഡോക്ടർ ജയകുമാർ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5-ന് കമ്മ്യൂണിസ്റ്റ് കുടുംബസംഗമവും KPSCയുടെ നാടകവും അരങ്ങേറും. 15-ന് സമാപന സമ്മേളനം KE ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്യും. പുനലൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലൊട്ടാകെ ഇപ്പോൾ നടന്നു വരുന്നത് ബഹുജന സംഘടനകളും എല്ലാം തന്നെ ഈ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ്. എല്ലാ പ്രവർത്തനങ്ങളും കോർത്തിണക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി പുനലൂരിൽ വെച്ച് നടത്തുന്ന അതിൻ്റെ ജില്ലാ സമ്മേളനം ഒരു വലിയ വിജയമാക്കുന്നതിന് ഉള്ള എല്ലാവരുടെയും സഹകരണം. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് K. രാജു MLA, കൺവീനർ PS സുബാൽ, CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി C. അജയപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ലൈവ് വാർത്ത പുനലൂർ. തിരുവനന്തപുരം വിവേകാനന്ദ യുവജന സേവാ സംഘത്തിന്റെ സൗജന്യ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും പത്തനാപുരം ഗാന്ധി ഭവനിൽ നടന്നു. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സേവനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഭാരതത്തിനാകെ പ്രേരണ നൽകിയ ആത്മീയ ആചാര്യനായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് ഗണേഷ് കുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. മാനവസേവയാണ് മാധവസേവ. ദൈവത്തിനെ സേവിക്കുന്നത്, ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രിയ സൃഷ്ടിയായ മനുഷ്യനെ സഹായിക്കാനുള്ളത്. പാവപ്പെട്ട തന്നോളം കഴിവും ആരോഗ്യവും കായിക ശേഷിയും ഇല്ലാത്ത പാവങ്ങളെ സഹായിക്കുക, വൃദ്ധരെ സഹായിക്കുക, കുഞ്ഞുങ്ങളെ രക്ഷിക്കുക, അത്തരം പ്രവർത്തനങ്ങളാണ് ഏറ്റവും വലിയ സേവനം, ഏറ്റവും വലിയ ദൈവഭക്തി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ പുനലൂർ സോമരാജൻ, P. സിന്ധുലേഖ, വടകോട് മോനച്ചൻ, മണ്ണടി പൊന്നമ്മ, സരസൻ കൊട്ടാരകര, C. സതീഷ് കുമാർ, നടനശ്രീ അനിൽകുമാർ, EK സാബു, PS സജിമോൻ, ആർട്ടിസ്റ്റ് അനിൽകുമാർ എന്നിവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. നടനശ്രീ രക്ഷാധികാരി C. സതീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പുനലൂർ സോമരാജൻ പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. ലൈവ് വാർത്ത പത്തനാപുരം. സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾ ശ്വാസം മുട്ടിമരിച്ചു. പത്തനാപുരം മീനം സ്വദേശികളായ തങ്കച്ചൻ, ബാബു എന്നിവരാണ് മരിച്ചത്. പത്തനാപുരം വലിയ വിളത്തക്കേതിൽ തങ്കച്ചൻ, അഖിൽ ഭവനിൽ ബാബു എന്നിവരാണ് സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസം മുട്ടി മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ മീനം മേലോട്ട് വീട്ടിൽ വിശ്വനാഥനാചാര്യയുടെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് ശുചീകരിക്കുന്നതിനിടെയായിരുന്നു അപകടം. ടാങ്കിനുള്ളിൽ നിന്ന് ജോലി ചെയ്യുകയായിരുന്ന തങ്കച്ചൻ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു. തങ്കച്ചനെ രക്ഷപ്പെടുത്തുന്നതിനായി ടാങ്കിലിറങ്ങിയ ബാബുവിനും ശ്വാസം മുട്ടി. സ്ഥലത്തുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. കൊട്ടാരക്കരയിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. മൃതദേഹങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഇരുവരുടെയും വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സൂസമ്മയാണ് തങ്കച്ചന്റെ ഭാര്യ. ജിജി, ജിബിൻ എന്നിവർ മക്കളാണ്. ബാബുവിന്റെ ഭാര്യ സുധർമ്മ. മക്കൾ അഖിൽ, അമൃത. ലൈവ് വാർത്ത പത്തനാപുരം. കഴിഞ്ഞ ദിവസം തെന്മലയിലുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ കുളത്തൂപ്പുഴ സ്വദേശികൾക്ക് ജന്മനാടിന്റെ കണ്ണീരിൽ കുതിർന്ന വിട. ഇരുവർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. കുളത്തൂപ്പുഴ ശിവം ഹോട്ടൽ ഉടമ അരുൺനാഥ്, ശുഭലക്ഷ്മി ദമ്പതികളുടെ മൂത്ത മകൻ ശിവനന്ദൻ, കുമരങ്കരിക്കം പുതുപ്പറമ്പിൽ ജോർജ് കുട്ടി മേരി ദമ്പതികളുടെ മകൻ സോനു എന്ന ചാക്കോ ജോർജ് എന്നിവരുടെ മൃതദേഹമാണ് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചത്. രാവിലെ 10:30 അഞ്ചലിൽ നിന്നും വിലാപയാത്രയെ എത്തിച്ച മൃതദേഹങ്ങൾ 1 മണിക്കൂറോളം ടൗണിൽ പൊതുദർശനത്തിന് വെച്ചു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുഭിലാഷ് കുമാർ തുടങ്ങി സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരടക്കം 100 കണക്കിന് ആളുകൾ ഇരുവർക്കും അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് മൃതദേഹങ്ങൾ ഇരുവരുടെയും വീടുകളിലെത്തിച്ചു. ഇവിടെയും നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു. അയ്യൻപിള്ള വളവ് അമ്മൻകോവിലിലെ ഉത്സവ ആവശ്യത്തിനായി പൂ വാങ്ങുന്നതിന് തമിഴ്നാട്ടിലേക്ക് പോകും വഴിയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. അഞ്ചൽ മന്നം NSS കോളേജിലെ 1ാം വർഷ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളാണ് ഇരുവരും. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. പട്ടാഴിയമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ 10,000 എത്തി. ക്ഷേത്രമുറ്റം കവിഞ്ഞൊഴുകിയ പൊങ്കാലക്കലങ്ങൾ റോഡുകളിലേക്കും നിരന്നു. 10,000 ഭക്തജനങ്ങളാണ് പട്ടാഴിയമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല നേദിക്കാൻ ക്ഷേത്രസന്നിധിയിലെത്തിയത്. ദേവി ജ്ഞാനാഭനിഷ്ഠ ഭദ്രദീപം കൊളുത്തി. രാവിലെ 6:30 മൂലക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ ഭദ്രദീപം പണ്ടാര അടുപ്പിലേക്കും തുടർന്ന് പൊങ്കാല അടുപ്പുകളിലേക്കും പകർന്നു. 8:45 പണ്ടാര അടുപ്പിൽ നിന്നും നിവേദ്യ സമർപ്പണം നടന്ന ശേഷം പ്രസാദം വിതരണം ചെയ്തു. പ്രസാദ വിതരണത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് അംഗം PK കുമാരൻ നിർവഹിച്ചു.
കൊല്ലം റൂറൽ SP S സുരേന്ദ്രൻ പ്രസാദം ഏറ്റുവാങ്ങി. വിശാലമായ ക്ഷേത്രമുറ്റം നിറഞ്ഞുകവിഞ്ഞ പൊങ്കാലക്കലങ്ങൾ റോഡുകളിലേക്കും സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിലും വരെ നീണ്ടു. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരും നിരന്നിരുന്നു. പട്ടാഴി പൊങ്കാലയ്ക്കെത്തുവാൻ ഭക്തർക്കായി പത്തനംതിട്ട, പത്തനാപുരം, അടൂർ, കൊട്ടാരക്കര, പുനലൂർ KSRTC ഡിപ്പോകളിൽ നിന്നും പ്രത്യേക സർവീസും ലഭ്യമാക്കിയിരുന്നു. ലൈവ് വാർത്ത, പത്തനാപുരം. മതസൗഹാർദ്ദ പെരുമ വിളിച്ചറിയിച്ച് മാക്കുളം പള്ളിയിലെ റാസ. ദീപാലങ്കാരമൊരുക്കാനും മധുരപലഹാരം വിതരണം ചെയ്യാനും ജാതിമത വ്യത്യാസമില്ലാതെ നാട്ടുകാർ മത്സരിച്ചു. പത്തനാപുരം മാക്കുളം ഹെർമോൺ ഓർത്തഡോക്സ് ദേവാലയത്തിലെ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ഭക്തിനിർഭരമായ റാസയാണ് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായത്. റാസ ആരംഭിച്ച ചെന്നില മണ്ണിലും കടന്നുപോയ കവലകളിലും കിഴക്കേ ഭാഗം കൂടൽമുക്കിലും നാനാജാതി മതസ്ഥർ ഭവനങ്ങൾ ദീപാലങ്കൃതമാക്കിയും മധുരപാനീയങ്ങൾ വിളമ്പിയും റാസയെ വരവേറ്റു. നൂറുകണക്കിന് വിശ്വാസികളും വാദ്യമേളങ്ങളും ചലന നിശ്ചല ദൃശ്യങ്ങളും റാസയ്ക്ക് മിഴിവേകി. മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി ആൾക്കൂട്ടങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നിരവധി ഭാഗങ്ങളിൽ റാസയ്ക്ക് സ്വീകരണം നൽകി. ലൈവ് വാർത്ത, പത്തനാപുരം. കരവാളൂർ പഞ്ചായത്തിന്റെ പൗർണമി ക്ലസ്റ്റർ ഓഫീസിന്റെയും അഞ്ചൽ ഫെഡറേറ്റഡ് കാർഷിക വിപണിയുടെയും ഉദ്ഘാടനം കരവാളൂരിൽ നടന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലേക്ക് കയറ്റി അയക്കുന്നതിനും തമിഴ്നാട്ടിൽ അവരുടെ ഉപയോഗത്തിനുമായി രണ്ട് രീതിയിൽ കൃഷി ചെയ്യുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും കീടനാശിനികൾ തളിക്കാത്ത പച്ചക്കറികൾ തമിഴ്നാട്ടുകാർ കഴിക്കുമ്പോൾ മാരക കീടനാശിനി തളിച്ച പച്ചക്കറികളാണ് കേരളത്തിലേക്ക് എത്തുന്നതെന്നും വാസവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. രണ്ടു തരമാണ് തമിഴ്നാട്ടുകാർക്ക് കൃഷി ചെയ്യുന്നത്. ഒന്ന് അവർക്ക് കഴിക്കാൻ, തമിഴ്നാട്ടുകാർക്ക് കഴിക്കാൻ വിഷലിപ്തമല്ലാത്ത പ്രത്യേക മലക്കറി പ്രത്യേക പ്രദേശത്ത് ഉത്പാദിപ്പിച്ചിട്ട് കേരളത്തിലേക്ക് അയച്ചയക്കാൻ വേണ്ടി ഉത്പാദിപ്പിക്കുന്ന മലക്കറിയിൽ അമിതമായ കീടനാശിനി പ്രയോഗം നടത്തുന്നു എന്നാണ് കണക്ക്. പക്ഷേ കാശുണ്ടാക്കൽ മാത്രം. കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ഒന്നും അവർക്ക് പ്രശ്നമല്ല, അല്ല അവർക്ക് കാര്യമല്ലല്ലോ. അവരുടെ നാട്ടിലെ ജനങ്ങൾക്ക് കഴിക്കാനുള്ള മലക്കറി ശുദ്ധമായി അവർ ഉത്പാദിപ്പിക്കുകയും കേരളത്തിലേക്ക് കടത്തിവിടാൻ വേണ്ടി ഉത്പാദിപ്പിക്കുന്ന മലക്കറിയിൽ അമിതമായ രാസവള പ്രയോഗം നടത്തുകയും ചെയ്യുന്ന ഒരു പദ്ധതി ഇപ്പൊ തമിഴ്നാട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B സരോജാദേവി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് G സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. കൃഷി ഓഫീസർ P പ്രിയകുമാർ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ B പ്രമീളകുമാരി, ജോർജ് തോമസ്, S പ്രദീപ്, ഹരിത ഫെഡറേറ്റഡ് സമിതി പ്രസിഡന്റ് S ഷാജഹാൻ, V രാജൻ, യോഹന്നാൻകുട്ടി, V തുളസീധരൻ പിള്ള, P ചന്ദ്രൻ പിള്ള, P മോഹനൻ പിള്ള, ശ്രീനിവാസൻ, അബ്ദുൽ കരീം, മോൻസി ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗണേഷ് കുമാറിനും പിള്ളയ്ക്കും കേരള കോൺഗ്രസ് ബിക്കുമെതിരെ വീണ്ടും ഒളിയമ്പുമായി യൂത്ത് കോൺഗ്രസ്. UDF സർക്കാരിന്റെ മുഖം വൃത്തിയാക്കാൻ മുന്നണിക്കുള്ളിലെ പുഴുക്കുത്തുകളെ പുറത്താക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ CR മഹേഷ്. പേപ്പർ മിൽ സ്കൂളിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്ക്. സെപ്റ്റി ടാങ്കിൽ തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ചു. മരിച്ചത് പട്ടാഴി മീനം സ്വദേശികൾ. തെന്മലയിലെ വാഹനാപകടത്തിൽ മരിച്ച ശിവാനന്ദിനും സോനുവിനും നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.